4 മണിയായപ്പോൾ കണ്ണൻ്റെ അലാറം ശബ്ദിച്ചു. റബ്ബർ വെട്ടാൻ പോകേണ്ടതുകൊണ്ട് വെച്ചതാണ്. അവൻ പതിയെ എഴുന്നേൽക്കാൻ നോക്കി. കല്ലുവിൻ്റെ ഒരു കാലും ഒരു കൈയും അവൻ്റെ ദേഹത്താണ്. തൻ്റെ നെഞ്ചി പറ്റിക്കിടന്ന് ഉറങ്ങുന്നവളെ കണ്ണൻ നോക്കി. എന്ത് ഭംഗിയടി കാന്താരി നിന്നെ കാണാൻ. വെണ്ണയുടെ നിറമോ അരക്കെട്ടോളം മുടിയോ തുടുത്ത കവിളുകളോ ഒന്നുമില്ല കല്ലുവിന്. പക്ഷെ ഓരോ നിമിഷം കഴിയും തോറും ഇവളിലേക്ക് തന്നെ ആകർഷിക്കുന്ന എന്തോ ഒരു ശക്തി തന്നെ വന്ന് മൂടുന്നുണ്ട്. അവൻ ഓർത്തു, ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ. ഇപ്പോൾ എഴുന്നേറ്റാൽ 10 മണിയാകുമ്പോൾ തിരിച്ചു വന്നിട്ട് വണ്ടി ഓടിക്കാൻ പോകാൻ പറ്റുള്ളൂ. അവൻ കല്ലുവിൻ്റെ മൂർത്താബിൽ ചുംബിച്ചു. എന്നിട്ട് കിടക്ക വിട്ട് എഴുന്നേറ്റു. അന്ന് ശ്രീകുട്ടി പഠിക്കാനുണർന്നിരുന്നു. കണ്ണൻ പല്ല് തേച്ച് വന്നിട്ട് അവളുടെ അടുത്ത് പോയി ഒരു കട്ടൻ എടുക്കാൻ പറയാമെന്ന് കരുതിയായിരുന്നു. അപ്പോഴാണ് കല്ലു കണ്ണ് തിരുമ്മി വരുന്നത്. നീ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ കല്ലു? ഏട്ടന് കാപ്പി വെച്ച് തരാം. അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് പിടിച്ച് കിട്ടിയ പോലെ നിന്നു. എന്താ? അത് പിന്നെ ഞാൻ കുളിച്ചില്ല. നീ പോയി കിടന്നോ, ഞാൻ ശ്രീകുട്ടിയോട് പറയാം. ഏട്ടാ, ഒരു 2 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് കുളിക്കാം. വേണ്ട വേണ്ട, ഈ തണുപ്പത്ത് കുളിച്ചിട്ട് എന്തെങ്കിലും വയ്യായ്ക്ക് വന്നാലോ? അതൊന്നും സാരില്ലേട്ടാ. അവൾ വേഗം റൂമിലേക്ക് തിരികെ പോയി. പക്ഷെ കണ്ണൻ ചെന്ന് അവളെ വഴക്ക് പറഞ്ഞു. നീ എന്നും കുളിക്കുന്ന സമയത്ത് കുളിച്ചാൽ മതി, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. അവളെ നോക്കി കണ്ണൂട്ടി പേടിപ്പിച്ചിട്ട് അവൻ ഷർട്ട് മാറി പുറത്തേക്ക് പോയി. വാതിൽക്കൽ ചെന്നിട്ട് കണ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കല്ലു ആലോചനയോടെ ജനാലയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കല്ലു, നീ പേടിക്കൊന്നും വേണ്ട. പത്മ ഈ സമയത്ത് വരില്ല കേട്ടോ. ഏറിയാൽ ഒരു 2 മണി, അപ്പോഴേക്കും അവൾ തിരിച്ചു പോകും. കല്ലു അവനെ തന്നെ നോക്കി നിളിച്ച് കാണിച്ചു. പിന്നെ നീ കാര്യം ശ്രീകുട്ടിയോടൊന്നും ചോദിക്കണ്ട. അവൾക്ക് നേരത്തെ ഒരു പ്രാവശ്യം പേടിച്ചിട്ട് 2 ആഴ്ച പനിയായിരുന്നു. അതിൽ പിന്നെ ഞങ്ങളാരും അവളോട് ഇതേപ്പറ്റിയൊന്നും പറയാറില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കല്ലുവാണെങ്കിൽ ഇതെല്ലാം കേട്ട് വെറുതെ തലകുലുക്കി. പക്ഷെ അവൾക്ക് ചെറിയ പേടി തോന്നാതിരുന്നതുമില്ല. കണ്ണൻ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 11 മണി കഴിഞ്ഞു. കൂടെയൊക്കെ കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ കല്ല് മുറിയെല്ലാം അടിച്ചു വാരുകയാണ്. അമ്മ എവിടെ? പുല്ലരിയാൻ പോയി. ഏട്ടന് കാപ്പി എടുക്കട്ടെ? അവൾ പോയി കണ്ണന് കഴിക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വന്നു. അച്ഛനെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ആൾ ഉറങ്ങുന്നതാണ് കണ്ണൻ കണ്ടത്. പിന്നീട് അവൻ അച്ഛനെ ശല്യപ്പെടുത്താതെ ഇറങ്ങിപ്പോന്നു. നീ കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കല്ലുവിനോട് അവൻ പറഞ്ഞു. വേണ്ട ഏട്ടാ, ഞാൻ കഴിച്ചോളാം. എനിക്ക് ഇത്ര ജോലി കൂടി തീർക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ഇരുന്നോളാം. പിന്നീട് കണ്ണൻ അവളെ നിർബന്ധിച്ചില്ല. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഓട്ടം പോകാൻ റെഡിയായി. കല്ലു മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവൻ ഫോണെടുത്ത് പോക്കറ്റിലിടുകയാണ്. എന്താ കണ്ണേട്ടാ? ഞാനൊരു 3 മണിയാകുമ്പോഴേക്കും വരും. അപ്പോഴേക്കും നീ റെഡിയായി നിൽക്കണം. ബാപ്പൂട്ടിയുടെ വീട്ടിൽ നിന്ന് നമ്മളെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അവൾ വെറുതെ തലയാട്ടി കാണിച്ചുകൊണ്ട് നിന്നു. നിനക്കെന്താ മുഖത്തൊരു വിഷമം പോലെ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഇല്ല ഏട്ടാ, അമ്മയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ? ഒന്നുമില്ല, ഏട്ടന് വെറുതെ തോന്നാകും. അവനൊന്ന് കനത്തിൽ മൂളി. പെട്ടെന്ന് കണ്ണൻ അവളെ തൻ്റെ ഇടം കൈകൊണ്ട് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. ഇടുപ്പിൽ അവൻ്റെ കൈ പതിഞ്ഞതും കല്ല് ഞെട്ടി അവനെ നോക്കി. കണ്ണൻ്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു കുസൃതി തിളക്കം. അവൻ്റെ ശ്വാസം കവിളിൽ തട്ടിയതും കല്ലു അവൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചു. ദേ, അടങ്ങി നിന്നോണം, ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല കേട്ടോ. അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ ആർദ്രമായി കേട്ടു. വേദനിക്കുന്ന കണ്ണേട്ടാ, വിട്. കല്ലു പതിയെ പറഞ്ഞതും കണ്ണൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈ വിടുവിച്ചു. എന്നിട്ട് 2 കൈകൾ കൊണ്ടും അവളുടെ മുഖം അവൻ്റെ കൈക്കുമ്പിളിലാക്കി. കല്ലുവിൻ്റെ മിഴികൾ താഴ്ന്നു പോയി. അവളുടെ ശ്വാസഗതി വേഗത്തിലാകുന്നതും നെഞ്ചിടിപ്പേറുന്നതും വിയർപ്പ് കണങ്ങൾ അവളുടെ മേൽചുണ്ടിനു മേൽ സ്ഥാനം പിടിക്കുന്നതും അവൻ അറിഞ്ഞു. അവൾ എന്തെങ്കിലും പറയും മുന്നേ കണ്ണൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കിയിരുന്നു. അവളും അത് ആഗ്രഹിച്ചിരുന്നു. ആ നിമിഷം അവൻ്റെ ശ്വാസം കൂടി വരുന്നത് പോലെ അവൾക്ക് തോന്നി. ഇടുപ്പിൽ പിടിച്ച് തന്നോട് ഒന്നുകൂടി അവൻ അവളെ അടുപ്പിച്ചു. ഒരു കാറ്റ് പോലും കടന്നു വരാൻ പറ്റാത്ത വിധം അവളെ വരിഞ്ഞു മുറുക്കിയവൻ. പിന്നെ പതിയെ ചുരിദാറിൻ്റെ ഇടയിലേക്ക് കൈ സഞ്ചാരപാത തീർത്തു. എന്തോ ഒരു തണുപ്പ് അവൾക്ക് തോന്നി. അവൻ്റെ കൈ പതിയുന്നിടം അവൾ വയർ ശ്വാസം ഉള്ളിലേക്ക് പിടിച്ചു. ചുണ്ടിൽ നിന്നും മാറി അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം താഴ്ത്തി ചുംബിച്ചു കൊണ്ടിരുന്നു. ഇരുവരുടെയും ശരീരം ഇപ്പോൾ പൊട്ടിത്തെറിക്കും പോലെ ചൂട് പിടിച്ചു. പെട്ടെന്നവൻ അകന്ന് മാറി. ഇരുവരും കിതച്ചു പോയിരുന്നു. നിന്റെ സമ്മതമില്ലാതെ നിന്നിന്ന് തൊഴാൻ പോലും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ പറ്റുന്നില്ല കല്ലു എനിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. 1 അല്ല 2 അല്ല, അവൻ മാറി മാറി 2 കവിളിലും ഉമ്മ വെച്ചപ്പോൾ കല്ലുവാകെ തളർന്നു പോയിരുന്നു. അവൾ ഒരു വേള കണ്ണനെയും പുണർന്നു. കണ്ണൻ നോക്കിയപ്പോൾ കല്ലുവിൻ്റെ തരിലതമായ മിഴികൾ നിറഞ്ഞു വരുന്നു. എന്താടാ, എന്താ? അവൻ ചോദിച്ചു. അവൾ കണ്ണൻ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ വിരലുകൾ കൊണ്ട് വലിച്ചു. അവനിലൊരു പുഞ്ചിരി വിടർന്നു. അപ്പോൾ താൻ വിചാരിക്കുന്ന അത്രയും കുഴപ്പക്കാരിയല്ല തൻ്റെ കാന്താരി. അവൻ പിറുപിറുത്തു. അതെ, ഇപ്പം ഞാൻ പോവുക, നേരം വൈകി. ബാക്കിയൊക്കെ വൈകുന്നേരം.
അവളുടെ കാതിൽ മന്ത്രിച്ചിട്ട് അവൾക്കൊരു ഉമ്മയും കൂടി കൊടുത്ത് കണ്ണൻ വാതിൽ തുറന്ന് വെളിയിലേക്ക് പോയി. കല്ലു അപ്പോഴും സ്വപ്നലോകത്തായിരുന്നു. കണ്ണൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളിലെ ഗന്ധം ആവോളം അവൻ്റെ നാസികയിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് വണ്ടി ഓടിച്ചു പോവുകയാണ് കണ്ണൻ. ആക്രാന്തം ഇതിൽ കൂടിപ്പോയെന്ന് തോന്നുന്നു. ഏയ് ഇല്ല, ഇതൊക്കെ എന്ത്? ഒരു ഉമ്മ കൊടുത്തു, അതും ചുണ്ടിൽ. അത് ഇത്രമാത്രം തെറ്റാണോ? അല്ല. അവൻ പല വിചാരങ്ങളിൽ കൂടി വണ്ടി ഓടിച്ചു. ഈ സമയം കല്ലു മോത്തത് അവനെക്കുറിച്ചായിരുന്നു. പെട്ടെന്നൊന്ന് വന്നിരുന്നുവെങ്കിൽ. കാണാൻ വല്ലാത്ത ആഗ്രഹം. ഇതെന്താണോ എൻ്റെ കൃഷ്ണ, ഇപ്പോഴല്ലേ പോയത്? എന്നാലും താൻ വെറുതെ കെട്ടിപ്പിടിക്കേണ്ടിയിരുന്നില്ല. എന്ത് വിചാരിച്ച് കാണും? കല്ലു, അമ്മയുടെ വിളിയച്ച കേട്ടതും കല്ലു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താമേ? കണ്ണം വന്നില്ലേ? ഉവ്, വന്നിട്ട് ഓട്ടം പോയി. അമ്മയ്ക്ക് കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? വേണ്ട. അവർ അടുക്കളയിലേക്ക് പോയി ജീരകവെള്ളം എടുത്ത് കുടിച്ചിട്ട് അവർ അച്ഛൻ്റെ മുറിയിൽ ചെന്ന് വാതിൽ ചാരി. എന്തൊക്കെയോ അച്ഛനോട് അടക്കം പറയുന്നത് കേൾക്കാം. കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് അവൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴുകി കയറി അവൾ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചു. ചക്കക്കുരു മാങ്ങ കറി വയ്ക്കാനാണ്. അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും ഉണക്ക് നങ്കു വറുത്തതുമാണ് അന്ന് കൂട്ടാൻ. അവൾ തേങ്ങയെല്ലാം മരച്ചു വെച്ചിട്ട് വന്ന് നോക്കിയപ്പോഴും അമ്മ അച്ഛൻ്റെ മുറിയിലാണ്. കല്ലു ആ സമയം മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. തൊഴുത്തിൽ നിന്നും പൈക്കളെയൊക്കെ അമ്മ മാറ്റി പാടത്തേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. നല്ല പച്ചപ്പുള്ളി സമൃദ്ധമായി കിളിർത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊക്കെ ഇഷ്ടം പോലെ തിന്നാം. കല്ല് തൊഴുത്തിൽ നിന്നും ചാണകമൊക്കെ മാറ്റി കൂടടിച്ച് വാരി കഴുകിയിട്ടു. പിന്നീട് പൈപ്പിൻ്റെ ചോട്ടിൽ പോയി കാലും കൈയും കഴുകി. ഫോൺ ശബ്ദിക്കുന്നത് അപ്പോഴാണ് അവൾ കേട്ടത്. അച്ചമ്മയാണ്. അവൾ അച്ചമ്മയുടെ ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അല്പം കഴിഞ്ഞതും അവർ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ കല്ലുവിനോട് ആവശ്യപ്പെട്ടു. അവൾക്ക് ചെറിയ ഭയം തോന്നി. എന്നാലും അവൾ ഫോൺ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. ശോഭ വലിയ താല്പര്യമില്ലെങ്കിലും അവരോട് സംസാരിച്ചു. ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും കല്ലുവിൻ്റെ ഹൃദയം തുടിച്ചു. അവൾ ഉമ്മറത്തേക്ക് എത്തി നോക്കി. ഏട്ടൻ ഇത്രയും വേഗം തിരിച്ചു വന്നോ? ഫോൺ ശോഭ തിരികെ കൊടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്താടാ, നേരത്തെ കഴിഞ്ഞോ? ആ യൂണിയൻകാർ തമ്മിൽ ചെറിയ അടിപിടി. എന്നിട്ടോ? അതുകൊണ്ട് ഇന്ന് കല്ല് പൊട്ടിച്ചില്ല. ഞാൻ പിന്നെ തിരിച്ചു പോന്നു. അവൻ കല്ലുവിൻ്റെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തു. കുറച്ച് വരാലാണ്. തോമച്ചേട്ടൻ വീശാൻ പോയിട്ട് വന്നപ്പോൾ തന്നതാ. ശോഭ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു. കല്ല് അത് കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചു. അമ്മേ, കുറച്ച് ചോറെടുക്ക്. അവൻ ഷട്ടു മാറാനായി മുറിയിലേക്ക് പോയി. കറി എന്താമേ? ചക്കുക്കുരു മാങ്ങയും ഉണക്കമീൻ വറുത്തതും. അവർ വിളിച്ചു പറഞ്ഞു. ഇത്തിരി വറ്റൽമുളക് കൂടി പൊട്ടിക്കാമേ. അവർ അടുക്കളയിലേക്ക് പോയി. ചക്കുക്കുരു മാങ്ങ ഉള്ളപ്പോൾ മുളക് ചുറ്റും ഞെരടിയത് അവന് നിർബന്ധമാണ്. അതവർക്കറിയാം. അടുപ്പത്ത് കിടന്ന തീയുടെ കല്ലിലേക്ക് അവർ 5-6 മുളക് എടുത്തിട്ടു. അതെല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ട് അവർ ഉള്ളി പൊളിച്ചു. അടച്ച ചോറ്റയിൽ മുളകും ഉള്ളിയും എടുത്തു വെച്ച് അല്പം ഉപ്പുനീരും വളൻ പുളിയും കൂട്ടി ശോഭ നന്നായി ഞെരടിയെടുക്കുകയാണ്. കല്ലുവിനാണെങ്കിൽ വായിൽ വെള്ളമുറി. കണ്ണൻ കയറി വന്നപ്പോൾ അമ്മ അതെല്ലാം എടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് യോജിപ്പിക്കുകയാണ്. അവൻ്റെ കണ്ടതും കല്ലു അല്പം മാറി നിന്നു. ശോഭ മകന് ചോറും കറികളും എടുത്തു കൊടുത്തു. അമ്മ കഴിച്ചോ? ഇല്ല, ഞാൻ ആ തൊഴുത്തൊന്ന് കഴുകിയിട്ടിട്ട് വരാം. അവർ അടുക്കളപ്പുറത്ത് കിടന്ന ചെരുപ്പെടുത്തിയിട്ടുകൊണ്ട് പറഞ്ഞു. കലു, വാ കഴിക്കാം. ഏട്ടൻ കഴിച്ചോ? ഞാൻ അമ്മയുടെ ഒപ്പം ഇരുന്നോളാം. എന്നെ ആരും കാക്കണ്ട. വയറ് വിശന്ന് എടുത്ത ആഹാരം കഴിച്ചണം. ശോഭ ഉറക്കെ പറഞ്ഞു. എടുത്തോണ്ട് വാ വേണേ. നിന്ന് താളം ചവിട്ടാതെ, അവൻ ദേഷ്യപ്പെട്ടു. പിന്നീട് അവൾ മൂണ് കഴിക്കാനായി അവൻ്റെ ഒപ്പം പോയിരുന്നു. കണ്ണൻ ഒരു ഉരുള ഉരുട്ടി അവൾക്ക് നിരക്ക് നീട്ടി. അവൾ വേണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. വായ തുറക്കടി കാന്താരി, അവൻ പതിയെ പറഞ്ഞു. കല്ലു പെട്ടെന്ന് 4 പാടും നോക്കിയിട്ട് വായ തുറന്നു. കല്ലുവാണോ തൊഴുത്ത് വൃത്തിയാക്കിയത്? ശോഭ അവിടെ അടുത്തേക്ക് വന്നു. അതേ അമ്മേ, അവൾ മെല്ലെ പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശോഭയ്ക്ക് മറുപടിയൊന്നും കൊടുക്കാതെ കല്ലു ഭക്ഷണത്തിലേക്ക് നോക്കിയിരുന്നു. ഇരുന്ന് കളം വരയ്ക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കു വേണേ, കണ്ണൻ പതിയെ പറഞ്ഞു. കണ്ണൻ അല്പസമയം അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു സംസാരിച്ചു. ഓരോ നാട്ടുവർത്തമാനമാണ്. അച്ഛൻ ഇത്രയും നാളും ജോലി ചെയ്ത് നടന്നതുകൊണ്ട് ഇപ്പം അച്ഛൻ ഈ മുറിയിൽ തന്നെയുള്ള കിടപ്പ് ബുദ്ധിമുട്ടാണെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ അച്ഛനോട് ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് ശോഭയും മുറിയിലേക്ക് വന്നു. ഹോ, മടുത്തു, ഇത്തിരി സമയം കിടക്കട്ടെ. അവർ വന്ന് തറയിൽ ഒരു തോർത്ത് പിരിച്ച് കിടന്നു. കണ്ണൻ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി. നേരം 2 മണിയായി. വൈകുന്നേരമാണ് ബാപ്പു ചെല്ലാൻ വിളിച്ചത്. ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് കണ്ണൻ്റെ കണക്ക് കൂട്ടൽ. കല്ലുവിനെ കൂട്ടി ബീച്ചിലൊന്ന് പോകണം. കല്യാണം കഴിഞ്ഞ് ഇത്രയുമായിട്ടും പുറത്തൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് കണ്ണൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കണ്ണൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കല്ലു ജനാലയുടെ അരികിൽ നിന്ന് അവളുടെ തലമുടിയിലേക്ക് കെട്ടിവിടുവിക്കുകയാണ്. മുടി ഇരുവശത്തു നിന്നും പകുത്തെടുത്ത് മുൻവശത്തേക്ക് ഇട്ടിരിക്കുകയാണ്. കണ്ണൻ പതിയെ വാതിലടച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. പുറകിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ തൻ്റെ മീശ കൊണ്ട് കുത്തി. അയ്യോ കണ്ണേട്ടാ, എന്താ ഇത്? അവൾ കുതിറി മാറാൻ ആവുന്നത്ര ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി.
എൻ്റെ വയർ വേദനിക്കുന്ന കണ്ണേട്ടാ, വീട്. അവൾ വാക്കുകൾക്കായി പരതി. അതെന്താ? എന്തു പറ്റി എൻ്റെ കൂട്ടിന് പെട്ടെന്നൊരു വയറുവേദന? അവൻ പതിയെ അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇത്രയും ബലത്തിൽ പിടിക്കാതെ ഏട്ടാ, ചോറ് കഴിച്ചതല്ലേ ഏട്ടാ? അതാ. അവൾ വിക്കി വിക്കി പറഞ്ഞു. നീ എന്തിനാ ബലം പിടിക്കുന്നത്? അതുകൊണ്ടല്ലേ. അവനുള്ള കാതിൽ മന്ത്രിച്ചു. അവൻ്റെ കൈ നയഞ്ഞതും കല്ല് വേഗം തിരിഞ്ഞു നിന്നു. അവൻ്റെ നെഞ്ചിൽ തട്ടിയാണ് കല്ല് നിൽക്കുന്നത്, അവൻ്റെ കരവലയത്തിൽ. അവൾക്ക് അവനെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. കണ്ണൻ അവളെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി. മേൽചുണ്ടിന് മുകളിൽ പറ്റിച്ചേർന്ന വിയർപ്പ് കണങ്ങൾ അവൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ടൊപ്പി. കണ്ണൻ തൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അല്പം കൂടി അടുപ്പിച്ചു. കല്ലുവിന് ശ്വാസഗതി ഏറി വന്നു. അവളുടെ അതിരം നുകരുവാനായി കണ്ണൻ അടുത്തേക്ക് വന്നതും കല്ലു അവനെ തള്ളി മാറ്റി. പിന്നോട്ട് ആഞ്ഞുപോയ കണ്ണൻ ഭിത്തിയിൽ തട്ടി നിന്നു. എന്താ? എന്തു പറ്റി? എനിക്കെന്തോ പേടി പോലെ കണ്ണേട്ടാ. എന്തിന്? അറിയില്ല. കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒലക്ക ഒരൊറ്റടി വെച്ച് തരും ഞാൻ, കേട്ടോ, മനുഷ്യൻ്റെ മൂട് കളയാനായിട്ട്. അവൻ ദേഷ്യത്തിൽ കൈ ഓങ്ങിയതും കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി തുടങ്ങിക്കോ, ഇനി ഇതിൻ്റെ കുറവ് കൂടിയുള്ളൂ. അവൻ ദേഷ്യപ്പെട്ട് കട്ടിലിൽ പോയിരുന്നു. കല്ലു ഒന്നും മിണ്ടാതെ കസാരയിലിരുന്നു. കണ്ണനും അവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അവൻ വെറുതെ ഫോണിൽ പാട്ട് വെച്ചുകൊണ്ട് കിടക്കുകയാണ്, കണ്ണുകളടച്ച്. കല്ലുവിനാണെങ്കിൽ ശരിക്കും സങ്കടം വന്നു. അവൾ കുറച്ച് സമയം കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു. കണ്ണേട്ടാ. അവൾ ശബ്ദം കേട്ടെങ്കിലും അവൻ കണ്ണ് തുറന്നില്ല. കണ്ണേട്ടാ, പിണങ്ങിയോ? അവൾ അവൻ്റെ കയ്യിൽ മെല്ലെ തൊട്ടു. അവൻ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മാറ്റി. പേടിയുള്ളവർ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട, പോയി അപ്പുറത്തെങ്ങാനും കിടന്നു, അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഏങ്ങലടി വെച്ച് ഉയർന്നു. കണ്ണനും അവൻ്റെ നെഞ്ചകം വിങ്ങം പോലെ. പക്ഷെ അവനൊന്നും മിണ്ടാതെ തന്നെ കിടന്നു. ഏതുവരെ പോകുമെന്നറിയണമല്ലോ, അവൻ ചിന്തിച്ചു. കണ്ണേട്ടാ, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കണ്ണേട്ടൻ എന്നോട്. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. കണ്ണൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ കിടന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കാൽ കീഴിൽ മുട്ടുകുത്തിയിരുന്നു. ഞാനെന്തെങ്കിലും അവിവേകം പറഞ്ഞുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം കണ്ണേട്ടാ. അവൾ അവൻ്റെ കാലിൽ ഇരു കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചു. കണ്ണൻ ചാടി എഴുന്നേറ്റു. ഡീ, എഴുന്നേൽക്കടി. അവൻ്റെ ശബ്ദം കേട്ടതും കല്ലുവിന് പേടി തോന്നി. നിന്നോടല്ലേ എഴുന്നേൽക്കാൻ പറഞ്ഞത്? അവൻ അച്ഛനും അമ്മയും കേൾക്കാതെ ഗൗരവത്തിൽ പറഞ്ഞു. കല്ലു പതിയെ എഴുന്നേറ്റു. അപ്പോഴും കണ്ണ് നിറമഴ പെയ്യുകയാണ്. ഇവിടെ ഇരിക്കടി. അവൻ തൻ്റെ അടുത്തേക്ക് വിരൽ ചൂണ്ടി. നിന്നോട് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? അവൻ ഒന്നുകൂടെ പറഞ്ഞതും കല്ല് വേഗമിരുന്നു. കണ്ണൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തിനാടി കാന്താരി നീ വെറുതെ ഇങ്ങനെ കരയുന്നത്? ബാക്കിയുള്ളവനെ കൂടി സങ്കടപ്പെടുത്താനാണോ? ഞാനതിന് നിന്നോട് എന്തെങ്കിലും ചെയ്തോ? നിനക്ക് അത്രയ്ക്ക് പേടിക്കാൻ? അവൻ കല്ലുവിൻ്റെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു. വേണ്ട, എന്നെ തൊടണ്ട. അവൾ കണ്ണൻ്റെ കൈ തട്ടി മാറ്റി. അതെന്താ തൊട്ടാൽ? അവൻ അല്പം ഗൗരവത്തിൽ തന്നെ കല്ലുവിനോട് ചോദിച്ചു. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നെ തൊടണ്ട. കല്ലു മിഴികൾ തുടച്ചുകൊണ്ട് കണ്ണനോട് പറഞ്ഞു. നിന്നെ തൊടണോ വേണ്ടിയെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഭർത്താവായ ഞാനാണ്. എനിക്കിഷ്ടമുള്ളപ്പോൾ നിന്നെ തൊടുവോ, കെട്ടിപ്പിടിക്കോ, ഉമ്മ വയ്ക്കോ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. അതിന് എനിക്ക് നിന്റെ സമ്മതം പോലും വേണ്ട. അവൻ കല്ലുവിൻ്റെ കാതിലെ ചിമുക്കി കമ്മൽ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ടെന്ന് ആട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. പിന്നെ എൻ്റെ സമ്മതം ഇല്ലാണ്ട് ആരും എന്നെ തൊടണ്ട. എനിക്കത് ഇഷ്ടമല്ല. അവളും വിട്ടുകൊടുത്തില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ദേ, ഇതാണ് നീ എനിക്ക് സ്വന്തമായി എന്നുള്ളതിന് ഉള്ള അടയാളം. അവൻ കല്ലുവിൻ്റെ ടോപ്പിൽ നിന്ന് താലിമാല എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ കല്ലു ഒന്ന് കോരിത്തരിച്ചു പോയി. ഇതെന്താ കണ്ണാട്ടായി കാണിക്കുന്നത്? അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കണ്ണൻ അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് അവളുടെ മേലെ കൈകൊത്തി നിന്നു. കല്ലുവാണെങ്കിൽ പേടിച്ചിട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. അത് കണ്ടതും അവനും ചിരി വന്നു. അവൻ്റെ അനക്കമില്ലെന്ന് കണ്ടതും കല്ലു പതിയെ കണ്ണു തുറന്നു. നോക്കിയപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയായിരുന്നു. ദേ, അരമണിക്കൂറിൽ റെഡിയാകാൻ നോക്ക്, നമുക്ക് പുറത്തേക്ക് പോകാനാണ് കേട്ടോ, അവൻ പറഞ്ഞു. അത് പിന്നെ കണ്ണേട്ടാ. എന്താ നിൻ്റെ പേടി മാറിയില്ലേ? അതല്ല. ഏതല്ല? നീ പറഞ്ഞതുപോലെ നിന്റെ സമ്മതമില്ലാണ്ട് നീ കണ്ണൻ ഒന്ന് തൊടുക പോലുമില്ല, കേട്ടല്ലോ. ശബ്ദം താഴ്ത്തി അവളോട് പറഞ്ഞിട്ട് കണ്ണൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കല്ലുവിനാണെങ്കിൽ ഷോഫ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ കണ്ണേട്ടൻ താനങ്ങനെ പറഞ്ഞത് ഏട്ടന് വിഷമമായി എന്ന് തോന്നുന്നു. വേണ്ടിയിരുന്നില്ല, പാവം. കല്ലുവിനും വിഷമമായി. കല്ലു, ഇത്തിരി കട്ടനെടുക്ക്, കണ്ണൻ പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു. അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. എല്ലാവർക്കും കട്ടൻ കാപ്പി എടുത്തു. അമ്മ എപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്?